ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന കാര്യത്തിൽ ഈ വരുന്ന ഹരിയാന മഹാരാഷ്ട്ര ഇലക്ഷൻസിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ജമ്മു കാശ്മീർ ഇലക്ഷൻ അടക്കം വലിയ പ്രാധാന്യമുണ്ട്. ഈ വരുന്ന ഹരിയാന ഇലക്ഷന് രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ടൈപ്പ് ചെയ്യുമോ എന്നാണ് ചോദ്യം. ഹരിയാനയിൽ 90 അസംബ്ലി സീറ്റ്സ് ആണ് ഉള്ളത്. ഒക്ടോബർ 5-നാണ് ഹരിയാന പോൾസിലേക്ക് പോകുന്നത്. ഒക്ടോബർ 8-നാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വലിയ മുന്നേറ്റം നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. അവിടുത്തെ കർഷകരടക്കം വലിയ രീതിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനോടും BJPയോടും എതിർപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമുണ്ട്. കങ്കണ റണാവത്തിന്റെ വളരെ ലൂസ് സ്റ്റേറ്റ്മെന്റ്സ്, അപക്വമായ ബാലിശമായ പ്രസ്താവനകളൊക്കെ BJP എന്ന പാർട്ടിക്ക് വളരെ ബുദ്ധിമുട്ടും ദോഷവും ഉണ്ടാക്കി. BJP അതിനെ തെള്ളി പറഞ്ഞിട്ടുണ്ട്. അത് അഭിനന്ദനാർഹം തന്നെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു പാർട്ട്ണറിംഗ് വേണം എന്ന് അദ്ദേഹം ശക്തമായിട്ടൊരു നിലപാട് ഹരിയാനയിൽ പറഞ്ഞു എന്നാണ് വ്യത്യസ്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ടുഡേ അടക്കമുള്ള വ്യത്യസ്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസും ആപ്പും ഒരുമിച്ച് ഹരിയാന അടക്കമുള്ള സ്ഥലങ്ങളിൽ പോരാടണം എന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കുമാരി സെൽജ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ആപ്പും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആപ്പിലെ അതായത് അരവിന്ദ് കെജ്രിവാൾ 90 സീറ്റിലും ആം ആദ്മി പാർട്ടി ഒരുമിച്ച് മത്സരിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിനും ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ല. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തങ്ങൾക്ക് കൂടുതൽ ജയിക്കാം എന്നൊക്കെയുള്ള ധാരണയായിരിക്കണം അവർക്കുണ്ടായത്. പക്ഷേ രാഹുൽ ഗാന്ധി ആ പാർട്ട്ണറിങ്ങിന് തയ്യാറാകുന്നു എന്നും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സീറ്റ് ഷെയർ ചെയ്തെടുക്കാം എന്ന് പറയുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ഒരു പോസിറ്റീവ് നന്മയും ഇതാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ BJP നരേന്ദ്രമോദിജി അടക്കമുള്ള ആൾക്കാർക്ക് ഒരു തളർച്ചയുടെ ഒരു കിതപ്പിന്റെ കാലഘട്ടമാണ്. കോൺഗ്രസിന് ലെഫ്റ്റ് ലിബറൽ അല്ലെങ്കിൽ സെന്റർ ലെഫ്റ്റ് ഒക്കെ നിൽക്കുന്ന പാർട്ടികൾക്ക് ഒരു കുതിപ്പിന്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിന് നല്ല മൊമെന്റം ഉണ്ടെങ്കിൽ പോലും ഒരു പാർട്ട്ണറിംഗ് വേണം എന്ന് പറയുന്നത് വിശാല അർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നല്ലതാണ്. ഇന്ത്യയുടെ ജനാധിപത്യം ഒരു സെന്റർ റൈറ്റ് BJP നയിക്കുകയും സെന്റർ ലെഫ്റ്റ് കോൺഗ്രസ് നയിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. അങ്ങനെ മികച്ച പാർട്ട്ണർഷിപ്പിലൂടെ കുറെ കൂടി ഒരു ബ്രോഡ് രണ്ട് സ്പെക്ട്രത്തിലേക്ക് വരുന്നതാണ് പൊതുവേ നല്ലത്. അമേരിക്കയിലൊക്കെ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റും എന്ന് പറയുന്ന പോലെ റിപ്പബ്ലിക്കൻ പാർട്ടി അവിടുത്തെ BJP അല്ലെങ്കിൽ സെന്റർ റൈറ്റ് ആണ്, ഡെമോക്രാറ്റ് സെന്റർ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പോലത്തെ പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ ഹരിയാന ഇലക്ഷനിൽ പാർട്ട്ണർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവ് ആയിരിക്കും. കൂടുതൽ സീറ്റ് ജയിക്കുക എന്നുള്ളതല്ല, കൂടുതൽ ആൾക്കാരെ കൂടെ നിർത്തുകയും നല്ല ഒരു സെന്റർ ലെഫ്റ്റ് രാഷ്ട്രീയം കോൺഗ്രസും ഇതേപോലെ നല്ലൊരു സെന്റർ റൈറ്റ് രാഷ്ട്രീയം BJPയും കാഴ്ചവെക്കണം. അത് ബീഫ് കൊലപാതകത്തിന്റെ രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ മുസ്ലിം വിരോധത്തിന്റെ രാഷ്ട്രീയം, ഹിമന്ത് ബിസ്വ ശർമ്മ പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയമല്ല. ഒരു കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സ്, ഒരു സെന്റർ റൈറ്റ് ഗാന്ധി എന്നൊക്കെ നരേന്ദ്രമോദിജിയൊക്കെ വിശാലമായി പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന രീതിയിൽ അങ്ങനെ വേണം. അങ്ങനെ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ ഒന്നിക്കുമോ എന്നൊരു ചോദ്യമാണ് പ്രധാനം. രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഒന്നിക്കണമെന്നുള്ളതാണ് ഒരു സെന്റർ റൈറ്റ് നിൽക്കുന്ന വലതുപക്ഷക്കാരനായ എൻ്റെ ആഗ്രഹം. അത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പുതിയൊരു ഉണർവും പുതിയൊരു ദിശാബോധവും പുതിയൊരു ഐക്യവും നൽകും.